ക്ലാസ് 3 ഫസ്റ്റ് ടേം എക്സാമിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ആക്ടിവിറ്റി പൂക്കളം. ടീച്ചർ ആസ്ക്ഡ് ദ തേർഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ടു മേക്ക് എ ഡിസൈൻ ഫോർ പൂക്കളം ഇൻ കണക്ഷൻ വിത്ത് ദ ഓണം സെലിബ്രേഷൻ. ദ ഡിസൈൻ ബൈ ആമിന ഈസ് ഗിവൺ. 3ാം ക്ലാസ്സിലെ കുട്ടികളോട് ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് ഒരു പൂക്കളം ഡിസൈൻ ചെയ്യാനായിട്ട് ടീച്ചർ പറഞ്ഞു. അപ്പോൾ ആമിന ഡിസൈൻ ചെയ്ത ഒരു പൂക്കളാണ് അവിടെ ചോട്ടിൽ തന്നിരിക്കുന്നത്. എന്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ട്രയാങ്കിൾ ഷേപ്പിന് ബ്ലൂ കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, സർക്കിളിന് റെഡ്, റെക്റ്റാങ്കിൾ ഷേപ്പിന് ഗ്രീൻ കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മേക്ക് ദ ഡിസൈൻ ബ്യൂട്ടിഫുൾ ഗിവിങ് ദീസ് കളേഴ്സ്. ഈ ഡിസൈൻ നല്ല ഭംഗിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ കളറൊക്കെ കൊടുത്തിട്ട്. അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഐഡൻറ്റിഫൈ ദ ഷേപ്സ് ഇൻ ദ പിക്ചർ ആൻഡ് റൈറ്റ് ദയർ നെയിംസ് ആൻഡ് നമ്പേഴ്സ്. അതായത് ഈ പിക്ചറിലുള്ള ഷേപ്പുകളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ പേര് എഴുതാനും അതുപോലെ തന്നെ എത്ര എണ്ണം ഉണ്ട്, ഷേപ്പുകൾ എത്ര എണ്ണം ഉണ്ട് എന്ന് കൗണ്ട് ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള ഷേപ്സ് നമുക്കറിയാം എന്തൊക്കെയാണ്. ട്രയാങ്കിള്, സർക്കിള്, റെക്റ്റാങ്കിള്. ഇനി കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രയാങ്കിള് 5 ആണ്, സർക്കിള് 6, റെക്റ്റാങ്കിള് 10 എന്ന് കിട്ടും. അടുത്തത് ഡ്രോ എ പിക്ചർ യൂസിങ് ദ ഷേപ്സ് ദാറ്റ് യു ഹാവ് ഐഡൻറ്റിഫൈഡ്. നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത ഷേപ്സ് ഉപയോഗിച്ച് ഒരു പിക്ചർ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മളിത് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നതാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായി തോന്നിയില്ലേ? ചെയ്തല്ലോ, ഒരു പിക്ചർ വരച്ചല്ലോ. ആക്ടിവിറ്റി 2 സ്പോർട്സ് മീറ്റ്. Chess numbers from 100 to 244 were given to the athletes who participated in Rajamalli Government UP School Sports Meet. സ്പോർട്സ് മീറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കായിക താരങ്ങൾക്ക് 100 മുതൽ 244 വരെയുള്ള നമ്പേഴ്സാണ്, ചെസ് നമ്പേഴ്സാണ് കൊടുത്തത്. എന്നിട്ട് എന്ത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ നമ്പർ ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ സ്പോർട്സ് മീറ്റ്. ആ സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്ത മൊത്തം കുട്ടികളുടെ എണ്ണം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 100 മുതൽ 244 വരെയുള്ള ചെസ് നമ്പേഴ്സ് അല്ലേ കൊടുത്തത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ കാണാൻ പറ്റുക? ഹയസ്റ്റ് നമ്പർ ഏതാണ്? 244. ലോവസ്റ്റ് നമ്പർ ഏതാണ്? 100 അല്ലേ? അപ്പോൾ 244 മൈനസ് 100 പ്ലസ് 1. അപ്പോൾ എത്രയാണ് വരിക? 145 എന്നാണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചെസ് നമ്പേഴ്സ് ഫ്രം 100 to 155 were given to the LP students. How many LP students participated in the competition? LP സ്റ്റുഡൻസിലെ കുട്ടികൾക്ക് 100 മുതൽ 155 വരെയുള്ള ചെസ് നമ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തം എത്ര LP സ്റ്റുഡൻസ് ആണ് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്തത് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെയാണ് കാണുക? 155 മൈനസ് 100 പ്ലസ് 1 എത്രയാണ് വരിക? 56 എന്നാണ് ആൻസർ കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ മാർച്ച് പാസ് ദ സ്റ്റുഡൻസ് ഹാവിംഗ് ദ ചെസ് നമ്പേഴ്സ് ഫ്രം 101 to 109 stood in the correct order in the first line. Write the chess number of the 5th student in the line. 101 മുതൽ 109 വരെയുള്ള ചെസ് നമ്പേഴ്സ് ഉള്ള കുട്ടികൾ ആദ്യത്തെ ലൈനിൽ കറക്റ്റ് ഓർഡറിൽ മാർച്ച് പാസ്റ്റിന് വേണ്ടി നിൽക്കുകയാണ്. എന്താണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് ദ ചെസ് നമ്പർ ഓഫ് ദ 5th സ്റ്റുഡൻറ്റ് ഇൻ ദ ലൈൻ. ലൈനിലുള്ള 5ാമത്തെ കുട്ടിയുടെ ചെസ് നമ്പർ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതാ വരിക? 101 എന്ന് പറയുന്നത് ഫസ്റ്റ് കുട്ടിയുടെ, 102 സെക്കൻഡ് കുട്ടി, 103, 104, 105 അല്ലേ വരിക? അപ്പോൾ ആൻസർ 105 എന്നാണ് എഴുതേണ്ടത്. അടുത്തത് എന്താണ്? ₹685 വാസ് സ്പെൻഡ് ടു ഗിവ് ദ മെഡൽസ് ടു ദ വിന്നേഴ്സ് ഓഫ് ദ കോൺടെസ്റ്റ് ആൻഡ് ₹284 വാസ് സ്പെൻഡ് ടു പ്രിപ്പയർ ദ ചെസ് നമ്പേഴ്സ്. റൈറ്റ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്ക് മെഡൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ₹685 ആണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചെസ് നമ്പേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 284 സ്പെൻഡ് ചെയ്തു, ചെലവഴിച്ചു. എത്ര എമൗണ്ട് ആണ്, മൊത്തം എത്ര എമൗണ്ട് ആണ് ചെലവഴിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ 685 പ്ലസ് 284 ചെയ്യണം. 969 എന്ന ആൻസർ കിട്ടും. ആക്ടിവിറ്റി 3 സ്കൂൾ ബസാർ. വിദ്യ ബോട്ട് തിങ്സ് വർത്ത് ₹815 ഫ്രം ദ സ്കൂൾ ബസാർ. അറ്റ് ഫസ്റ്റ് ഷീ ബോട്ട് ആൻ അംബ്രല്ല ആൻഡ് എ ബോക്സ്. നെയിം ദ തിങ് ഷീ ബോട്ട് ഫോർ ദ ബാലൻസ് മണി. ₹815 വില വരുന്ന സാധനങ്ങൾ വിദ്യ സ്കൂൾ ബസാറിൽ നിന്ന് വാങ്ങി. അറ്റ് ഫസ്റ്റ് ഷീ ബോട്ട് ആൻ അംബ്രല്ല ആൻഡ് എ ബോക്സ്. ആദ്യം അവൾ വാങ്ങിയത് ഒരു അംബ്രല്ലയും അതുപോലെ തന്നെ ഒരു ബോക്സും ആയിരുന്നു.
നെയിം ദ തിങ് ഷീ ബോട്ട് ഫോർ ദ ബാലൻസ് മണി. അപ്പം ബാലൻസ് എമൗണ്ടിന് അവൾ ഏത് സാധനമാണ് വാങ്ങിയതെന്ന് അതിൻ്റെ പേര് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മൊത്തം 815 റുപ്പീസാണ് ചിലവഴിച്ചത്. ആദ്യം വാങ്ങിയത് ഒരു അംബർലയും ബോക്സും വാങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അംബർലയ്ക്കും ബോക്സിനും കൂടി എത്ര റേറ്റ് ആയി നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ആൻ അംബർല എത്രയാണെന്ന് എഴുതുക. കോസ്റ്റ് ഓഫ് ആൻ അംബർല എത്രയാണ്? 400 ആണ്. ദെൻ കോസ്റ്റ് ഓഫ് എ ബോക്സ് 85 റുപ്പീസ് ആണ്. ദെൻ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 485 ആണ്. എമൗണ്ട് സ്പെൻഡ് 815 ആണ്. ദെൻ ബാലൻസ് എമൗണ്ട് എത്രയാണ് വരിക? 815 മൈനസ് 485. നമുക്ക് ആൻസർ കിട്ടുക 330 ആണ്. അപ്പോൾ ഏത് ഐറ്റമാണ് വാങ്ങിയിട്ടുണ്ടാവുക? 330ക്ക് ഷൂസ് ആണല്ലേ. അപ്പോൾ ഷൂസ് എന്നാണ് ആൻസർ വരിക. ഇനി അടുത്തത് നോക്കൂ. ഇഫ് വൺ ഹാസ് ടു ബൈ ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഐറ്റം ആൻഡ് ദ ചീപ്പസ്റ്റ് ഐറ്റം ഫ്രം ദ സ്കൂൾ ബസാർ, ഹൗ മച്ച് വിൽ നീഡ് ഇൻ ടോട്ടൽ? ഒരാൾക്ക് നല്ല വിലപിടിപ്പുള്ള ഒരു സാധനവും അതുപോലെ തന്നെ നല്ല വില കുറഞ്ഞിട്ടുള്ള സാധനം സ്കൂൾ ബസാറിൽ നിന്ന് വാങ്ങണമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എത്ര സ്പെൻഡ് ചെയ്യേണ്ടി വരും മൊത്തത്തിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ളത്. അപ്പോൾ മോസ്റ്റ് എക്സ്പെൻസീവ് ഐറ്റം എന്ന് പറയുന്നത് ബാഗാണ്. ദെൻ ചീപ്പസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സ്കെച്ച് പെന്നാണ്. അപ്പോൾ സ്കെച്ച് പെന്നും ബാഗും വാങ്ങാനായിട്ട് ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടത് എത്രയായിരിക്കാം? 420 പ്ലസ് 55 ആണ്. അപ്പോൾ എത്രയാണ്? 475. അടുത്തത് എന്താണ്? ഹൗ മച്ച് വിൽ ബി നീഡഡ് ടു ബൈ എ കളറിംഗ് ബുക്ക്, സ്കെച്ച് പെൻ ആൻഡ് എ ബോക്സ്? പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദ റൈറ്റ് ആൻസർ. അതായത് ഒരു കളറിംഗ് ബുക്ക്, സ്കെച്ച് പെന്ന്, ഒരു ബോക്സ് ഇതെല്ലാം വാങ്ങാനായിട്ട് എത്ര എമൗണ്ട് വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നേരെ ഒരു ടിക്ക് മാർക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. കളറിംഗ് ബുക്കിന് 100 റുപ്പീസ് ആണ്. സ്കെച്ച് പെന്നിന് 55 ആണ്. ബോക്സിന് 85 റുപ്പീസ് ആണ്. അപ്പോൾ ടോട്ടൽ എത്രയാണ് വരിക? 240 ആണ് വരിക. അപ്പോൾ 240ക്ക് നേരെ ടിക്ക് മാർക്ക് ഇടുക. എളുപ്പമല്ലേ? എല്ലാവരും ചെയ്തല്ലോ. Activity 4 Abacus. Agila and Fasal studying in class 3 are making digits using abacus. The digits they made using 23 beads are given below in the abacus. ക്ലാസ് 3 പഠിക്കുന്ന അഖിലയും ഫാസിലും കൂടിയും അബാക്കസ് യൂസ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ട് അക്കങ്ങൾ ഉണ്ടാക്കുകയാണ്. 23 മുത്തുകൾ ഉപയോഗിച്ച് അവരുണ്ടാക്കിയ അക്കങ്ങളാണ് ചോട്ടിൽ അബാക്കസിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? അഖിലയുടെയും തന്നിട്ടുണ്ട്, ഫാസലിൻ്റെയും തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? റൈറ്റ് ദ നമ്പർ അറേഞ്ച്ഡ് ബൈ അഖില ഇൻ ദ അബാക്കസ്. അബാക്കസിൽ അഖില അറേഞ്ച് ചെയ്ത നമ്പർ ഏതാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 869 ആണ് അല്ലേ? 869 ആണ്. റൈറ്റ് ദ നമ്പർ അറേഞ്ച്ഡ് ബൈ ഫാസൽ ഇൻ ദ അബാക്കസ്. അബാക്കസിൽ ഫാസൽ അറേഞ്ച് ചെയ്ത നമ്പർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 788 എന്നാണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് അഖില ചേഞ്ച് എ ബീഡ് ഫ്രം 1's പൊസിഷൻ ടു ദ 100th പൊസിഷൻ, വാട്ട് വിൽ ബി ദ നമ്പർ? അതായത് 1's പൊസിഷനിൽ നിന്ന് ഒരു മുത്ത് എടുത്തിട്ട് 100th പൊസിഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായിരിക്കും നമ്പർ എന്നാണ് ചോദ്യം. അപ്പോൾ 869 ആണല്ലേ അഖില ആദ്യം അറേഞ്ച് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന നമ്പർ. അപ്പോൾ എന്താ വരിക? നെക്സ്റ്റ് ഇങ്ങനെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ എന്താണ്? 968 ആണ് ആൻസർ വരിക. അടുത്തത് എന്താണ് ക്വസ്റ്റ്യൻ? ഇൻ ദ സെക്കൻഡ് റൗണ്ട് ഇഫ് ഫാസൽ റീഅറേഞ്ച് എ ബീഡ് ഫ്രം ദ 10th പൊസിഷൻ ടു ദി 100th, വാട്ട് വിൽ ബി ദ നമ്പർ? അതായത് ഫാസൽ 10th പൊസിഷനിൽ നിന്നുള്ള ഒരു ബീഡ് എടുത്തിട്ട് 100ലേക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായിരിക്കും നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫാസൽ അറേഞ്ച് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത് 788 ആയിരുന്നു. റീഅറേഞ്ച് ചെയ്തതിന് ശേഷം കിട്ടുന്ന നമ്പർ 878 ആണ്. ഡ്രോ ദ ലാർജസ്റ്റ് 3-digit നമ്പർ ഇൻ അബാക്കസ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് വിത്ത് 23 ബീഡ്സ്. അതായത് 23 മുത്തുകൾ ഉപയോഗിച്ച് ഏറ്റവും വലിയ 3-digit നമ്പർ ഈ അബാക്കസിൽ വരച്ച് ചേർക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഏതാ എഴുതാൻ പറ്റുക? 100ൽ 9 ബീഡ്സ് ഇടാം, 10ലും 9 ബീഡ്സ് ഇടാം. അപ്പോൾ എത്രയായി? ടോട്ടൽ 18 ആയി അല്ലേ? ബാക്കി എത്ര കൂടി വരും? 5 ബീഡ്സ്. ആ 5 ബീഡ്സ് 1's പൊസിഷനിൽ ഇട്ടാൽ മതി. അപ്പോൾ 995 എന്നാണ് ആൻസർ വരിക. ആക്ടിവിറ്റി 5 നിറയുന്ന കണക്കുപെട്ടി. There are 1000 ഈർക്കിൽ സ്റ്റിക്സ് ഇൻ രാഹുൽസ് മാത്തമാറ്റിക്കൽ ബോക്സ്. It is kept in the box in bundles of 100 each. There were only 850 sticks left in the box when Saju and Biju arranged them after a
മാത്തമെറ്റിക്കൽ ഗെയിം. അതായത് രാഹുലിൻ്റെ കണക്കുപെട്ടിയിൽ 1000 ഈർക്കലക്കോലുകളുണ്ട്. അതവൻ 100ൻ്റെ കെട്ടുകെട്ടായിട്ടാണ് ബോക്സിൽ വെച്ചിരിക്കുന്നത്. സാജുവും ബിജുവും ഒരു മാത്തമെറ്റിക്കൽ ഗെയിമിന് ശേഷം ഈ സ്റ്റിക്സ് അറേഞ്ച് ചെയ്തപ്പോൾ 850 ഈർക്കലക്കോലുകളേ ഉള്ളൂ. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? ഹൗ മെനി മോർ ആർ നീഡഡ് ടു മേക്ക് ഇറ്റ് 1000? അത് 1000 ആവാൻ വേണ്ടിയിട്ട് ഇനി എത്രയും കൂടിയും ഈർക്കലക്കോലുകൾ വേണം എന്നാണ് ചോദ്യം. 1000ൽ നിന്ന് 850 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് വരിക? 850യുടെ കൂടെ ഒരു 100 കൂട്ടിക്കഴിഞ്ഞാൽ 950 ആയി. പിന്നെ ഒരു 15 കൂടിയും വേണം അല്ലേ? അപ്പോൾ 150 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി ബണ്ടിൽസ് വിൽ ബി ദർ ഇഫ് 850 സ്റ്റിക്സ് ആർ അറേഞ്ച്ഡ് ആസ് ബണ്ടിൽസ് ഓഫ് 10? അതായത് ഈ 850 സ്റ്റിക്സും 10ൻ്റെ കെട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മൊത്തം എത്ര ബണ്ടിൽസ് ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 850ൽ എത്ര ടെൻസ് ഉണ്ട്? 85 ടെൻസ് അല്ലേ? അപ്പോൾ 85 എന്നാണ് ആൻസർ വരിക. നെക്സ്റ്റ് നോക്കൂ, കംപ്ലീറ്റ് ദ പാറ്റേൺ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 150, 300, 450. ഇവിടെ എത്ര വെച്ചിട്ടാണ് കൂടുന്നത്? 150 വെച്ചിട്ടാണ് കൂടുന്നത്. അപ്പോൾ 450യുടെ കൂടെ ഒരു 150 വന്നാൽ എത്രയാണ് വരിക? 600 വരും. നെക്സ്റ്റ് എത്രയാണ് വരിക? 750 എന്ന് ആൻസർ വരും. അടുത്തത് കംപ്ലീറ്റ് ദ ബ്ലാങ്ക്സ്. 987 ഡിഫറെൻറ്റ് വേസിലായിട്ട് തന്നിരിക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ഡാഷ് ഹൺഡ്രഡ്സ്, ഡാഷ് ടെൻസ്, ഡാഷ് വൺസ്. അപ്പോൾ എത്രയാണ് വരിക? 9 hundreds, 8 tens, 7 ones. നെക്സ്റ്റ് 987 വൺസ് എന്ന് എഴുതാം. ഡാഷ് ടെൻസ്, ഡാഷ് വൺസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് എഴുതാം? 98 ടെൻസ്. അപ്പോൾ 980 ആയി അല്ലേ? 98 ടെൻസ് എന്ന് പറഞ്ഞാൽ 980. പിന്നെ ഡാഷ് വൺസിൻ്റെ അവിടെ നമുക്ക് എന്ത് എഴുതാം? 7 ones എന്ന് എഴുതാം. ആക്ടിവിറ്റി 6 വേൾഡ് കപ്പ് ക്രിക്കറ്റ്. The table given below is the details of players who won the maximum runs in the 2020 World Cup match. Analyze the table and answer the questions. അതായത് 2020 വേൾഡ് കപ്പ് മാച്ചിൽ ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയ പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റാണ് ചോട്ടിലെ ടേബിളിൽ തന്നിരിക്കുന്നത്. ആ ടേബിൾ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്തിട്ട് ചോട്ടിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. നെയിം ഓഫ് ദ പ്ലെയേഴ്സ് തന്നിട്ടുണ്ട്, കൺട്രി, റൺസ് എന്നും തന്നിട്ടുണ്ട് അല്ലേ? എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? നെയിം ദ പ്ലെയർ ഹു വൺ മാക്സിമം റൺസ്. ഹൗ മെനി റൺസ്? ഏറ്റവും കൂടുതൽ റൺസ് കിട്ടിയ ആളുടെ പേര് എഴുതാനും അത് എത്രയാണ് റൺസ് എന്ന് എഴുതാനും പറഞ്ഞിരിക്കുകയാണ്. റൺസിൽ നോക്കുക നിങ്ങൾ. 281 ആണല്ലോ ഏറ്റവും ഹയസ്റ്റ് നമ്പർ. അപ്പോൾ ആർക്കാണ് കിട്ടിയിരിക്കുന്നത്? റഹ്മാനുള്ള അല്ലേ? അപ്പോൾ അവരുടെ പേര് എഴുതുക. അതുപോലെ തന്നെ റൺസ് 281 എന്ന് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ പൊസിഷൻ ഓഫ് ഇന്ത്യൻ പ്ലെയർ രോഹിത് ശർമ്മ ഓൺ ദ ബേസിസ് ഓഫ് റൺസ് സ്കോർഡ്. അതായത് ഈ റൺസ് കിട്ടിയതിനനുസരിച്ച് ഇന്ത്യൻ പ്ലെയറായ രോഹിത് ശർമ്മയുടെ പൊസിഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രോഹിത് ശർമ്മയ്ക്ക് കിട്ടിയിരിക്കുന്ന റൺസ് എത്രയാണ്? 257 ആണ്. അത് സെക്കൻഡ് പൊസിഷനാണ്. അപ്പോൾ സെക്കൻഡ് പൊസിഷൻ എന്ന് ആൻസർ ചെയ്തുക. നെക്സ്റ്റ്, ഹൗ മെനി റൺസ് ഡിഡ് ബോത്ത് ദ അഫ്ഗാനിസ്ഥാൻ പ്ലെയേഴ്സ് സ്കോർ? അഫ്ഗാനിസ്ഥാൻ പ്ലെയേഴ്സ് സ്കോർ ചെയ്ത റൺസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 2 അഫ്ഗാനിസ്ഥാൻ പ്ലെയേഴ്സ് ആണുള്ളത്. റൺസ് എത്രയാണ്? 281ഉം 231ഉം ആണ്. രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 512 എന്ന് ആൻസർ കിട്ടും. അടുത്തത്, റൈറ്റ് ദ നെയിംസ് ഓഫ് പ്ലെയേഴ്സ് ഹു ആർ ഇൻ ദ ഫസ്റ്റ് 3 പൊസിഷൻസ് ബേസ്ഡ് ഓൺ ദയർ റൺസ്. റൺസിനനുസരിച്ച് ആദ്യത്തെ 3 പ്ലെയേഴ്സിൻ്റെ പേര് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് പൊസിഷൻ ആർക്കായിരുന്നു? റഹ്മാനുള്ള ആണ് അല്ലേ? അത് എഴുതുക. നെക്സ്റ്റ് രോഹിത് ശർമ്മ എഴുതുക. നെക്സ്റ്റ് TM ഹെഡ് എഴുതുക. ഓക്കെ, താങ്ക് യു.